അല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം. നമ്മൾ ഈ പല്ലനയാറ്റിൽ കുമാരനാശാൻ ബോട്ട് മറിഞ്ഞ കാലം മുതൽ എത്രയോ വർഷമായി, ഒരു 100 വർഷത്തെ കഥയുണ്ട്. കാലം മുതൽ നമ്മൾ ബോട്ട് മറിയൽ ഒരു വലിയ വിഷയമാണ്. ബോട്ടും വള്ളവും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് പറയും. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നു, മലയാളം ചർച്ച ചെയ്യുന്നു, ആളുകൾ ചർച്ച ചെയ്യുന്നു, എല്ലാ ചാനലിലും വരും, വേണമെങ്കിൽ കുറെ ബൈറ്റൊക്കെ വരും, അതങ്ങ് പോകും. പക്ഷെ നമ്മുടെ ഈ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, പ്രളയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കുട്ടികളെയൊക്കെ ആളുകളെയൊക്കെ നീന്തൽ പഠിപ്പിക്കും. പ്രത്യേകിച്ച് ഈ വൈക്കം പോലുള്ള പ്രദേശങ്ങളിൽ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ജീവിക്കുന്ന ജനങ്ങളെ നീന്തൽ പഠിപ്പിക്കും. പ്രത്യേകിച്ച് സ്കൂൾ സിലബസിലൊക്കെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയെല്ലാം നമ്മൾ വളരെ വളരെ പുറകിലാണെന്ന് മാത്രമല്ല, ദുരന്ത പരിപാലനത്തിന്റെ 3 ഘട്ടങ്ങളിൽ 1-ാം ഘട്ടമാണ് ദുരന്തത്തെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, 2-ാം ഘട്ടമാണ് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ നേരിടാനുള്ള കാര്യങ്ങൾ, 3-ാം ഘട്ടമാണ് ദുരന്തം വന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആ സമയത്ത് ചെയ്യുന്ന, ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ വന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ 4-മതൊരു ഘട്ടമുണ്ട്, അത് 3 ഘട്ടത്തിലാണ് വരുന്നതെങ്കിലും 4-മതായിട്ട് നമുക്ക് പറയാം. അതിനുശേഷമുള്ള പുനരധിവാസം, ഇപ്പൊ ടൗൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ. ഇതിൽ ആദ്യത്തെ ഭാഗം 2 ഭാഗവും നമുക്ക് അറിഞ്ഞുകൂടാ മലയാളിക്ക്, പ്രത്യേകിച്ച് കേരളത്തിനറിയുന്നത്. എങ്ങനെയാണ് ദുരന്തങ്ങൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത്, വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ നടപടി എടുക്കണമെന്ന് നമുക്ക് അറിയില്ല. അതിൽ നമ്മൾ അജ്ഞരാണ്. സുനാമി മുതൽ നമ്മളിത് കാണുന്നതാണ്. ഓഖി വന്നു, സുനാമി വന്നു. ഓഖിയിലൊക്കെ എത്ര പേരാ നഷ്ടമായത് നമുക്കിപ്പോഴും അതിന് കണക്കുമില്ല. അതുപോലെ ഉരുൾപൊട്ടൽ, ഇപ്പൊ ഈ മുങ്ങിമരണം, ഇത് ഒരു വർഷം ആക്സിഡന്റിലും മുങ്ങിമരണത്തിലും തന്നെ എത്ര പേരാ മരിക്കുന്നത്? 1600-1700 പേര് ഒരു വർഷം മരിക്കുക. പക്ഷെ ഇതിനൊന്നും നമുക്കൊരു കണക്കുമില്ല. ഇത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇത് പോകുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ കുളങ്ങളായാലും ഇതുപോലത്തെ തോടുകളായാലും നദികളായാലും കായലുകളായാലും അതിന്റെ സമീപത്ത് ജീവിക്കുന്നവരും അതിൽ യാത്ര ചെയ്യുന്നവരും ഒക്കെ ഉള്ള ആളുകളെ ഗൗരവമായി നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. അത്ര പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. പിന്നെ ബോട്ടുകളായാലും വള്ളങ്ങളായാലും അവയുടെ കാലപ്പഴക്കവും അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും വലിയ തർക്കങ്ങളാണുള്ളത്. ലൈസൻസിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണുള്ളത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ അപകടങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത്. സാർ, ഒരു കാര്യം കൂടെ, നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കും, കാലാവസ്ഥാ ദുരന്തങ്ങളൊക്കെ എപ്പോഴും പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ മനുഷ്യർക്ക് അവർക്ക് സ്ഥിരമായി പോകുന്ന ഒരു പതി, അത് തന്നെയുള്ള ഒരു വിശ്വാസത്തിൽ കണക്കിലെടുത്തായിരിക്കും ഇത്രയധികം പേരുകൾ, ഇപ്പം 30-ത്തിലധികം അടുത്ത ആളുകൾ അല്ലെങ്കിൽ 23 പേർ ആ ഒരു വെള്ളത്തിൽ കയറാൻ അവർക്ക് ധൈര്യം കിട്ടിയതും ചിലപ്പോൾ അവർ സ്ഥിരം അത്തരത്തിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ സാർ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു കാലപ്പഴക്കം, അതൊന്നും കൃത്യമായ പരിശോധനയൊന്നും ഇല്ലാതെ നിരന്തരം അവിടെ സഞ്ചരിക്കുന്ന ഇതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്തം എടുത്ത് അതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? അതാണ് പറഞ്ഞത്. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശീയ തലത്തിലുള്ളതുപോലെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും ദുരന്ത നിവാരണ കമ്മിറ്റികളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി. അങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. പക്ഷെ സംവിധാനം വർക്ക് ചെയ്യണ്ടേ? സംവിധാനമില്ല. ഇപ്പൊ തേവലക്കര സ്കൂളിൽ അവിടെ ഫിറ്റ്നസ് കൊടുത്തത് ആരാ കൊടുത്തത്? പഞ്ചായത്താണ് കൊടുത്തത്. പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? UDF ആണെന്ന് പറയും, മറ്റത് LDF ആണെന്ന് പറയും, മാനേജ്മെന്റ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നില്ല. കുറെ നിയമങ്ങളുണ്ട്, നല്ല നിയമങ്ങളുണ്ട്, പക്ഷെ നിയമം ഒന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മളൊരു അപകടം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പം ദുരന്തം, നമ്മുടെ വയനാട് ദുരന്തം പറഞ്ഞപ്പോൾ നമ്മൾ ലോക മാതൃക ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 700-800 കോടി രൂപ ഖജനാവിലും വന്നു, ഇതിനു വേണ്ടിയിട്ട് വന്നു. പക്ഷെ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് നമ്മുടെ സിസ്റ്റം വളരെയധികം ഇത്തരം കാര്യങ്ങൾ, ദുരന്ത നിവാരണത്തിന് വലിയ നിയമങ്ങളും ചട്ടങ്ങളും കാര്യങ്ങളും വരേണ്ട കാലം കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്. സർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ എത്രത്തോളം കാലം മാറുകയാണെങ്കിലും കേരളം എത്രമാത്രം ഗൗരവത്തോടെ ഇത്തരത്തിൽ ദുരന്ത നിവാരണവും അല്ലെങ്കിൽ ദുരന്ത ലഘൂകരണവുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടെ കാണുന്നുണ്ട്. മാത്രമല്ല, എവിടെയെല്ലാമാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് പരാജയം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? കളക്ടർ ലെവലിൽ എടുത്താൽ കളക്ടർ 100 കണക്കിന് കമ്മിറ്റികളുടെ ചെയർമാനാണ്. അപ്പൊ അത് കളക്ടറിൽ നിന്ന് ഈ സംവിധാനം എടുത്ത് മാറ്റേണ്ട സമയമായി. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതിയും അതാണ്. അപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അവിടെയെല്ലാം ദുരന്ത നിവാരണത്തിന് പ്രത്യേക സമിതി തന്നെയുണ്ട്, കാലാവസ്ഥ വ്യതിയാനത്തിന്, ദുരന്ത നിവാരണത്തിന്. പക്ഷെ ഇതൊന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്നേ. ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടിമുടിന്റെ സംവിധാനം. പിന്നെ അതുപോലെ തന്നെ ലൈസൻസ് കൊടുക്കുന്നിടത്ത് വലിയ അഴിമതിയാണ്, കൊടിയ അഴിമതിയാണ് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്ത്, പിന്നെ ഇതിന്റെ ഫിറ്റ്നസ് നോക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പല പല പ്രശ്നങ്ങളാണ്. ഇത് ഒരു ഗവൺമെന്റിനെ പറയുന്നതല്ല. നമ്മൾ കാലാകാലങ്ങളായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാമൂൽ വ്യവസ്ഥകളിലൂടെയാണ് കേരളം നടന്നു പോകുന്നത്. അതിന്റെ പ്രതിസന്ധി എല്ലാ ഭാഗത്തും ഉണ്ട്, അതിവിടെയും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിൽ ഇത്രത്തോളം വികസന സൂചികകളിൽ മുന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ദുരന്തഫലമായി ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. വികസന സൂചിക മുമ്പോട്ട് നിൽക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ചർച്ച നടത്തണം. നമ്മൾ 1 ലക്ഷം കോടി രൂപ വിദേശ രാജ്യങ്ങൾ വരുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന
ആ വികസനത്തെ കണ്ടുകൊണ്ട് അതാണ് നമ്മുടെ വികസന സൂചിക എന്ന് പറയരുത്. ഇവിടെ 60% ആളുകളും ആശുപത്രി പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. നിങ്ങൾ സ്കൂളുകൾ എടുത്തു നോക്കൂ, CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ. അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിലുള്ള സൂചികയെ കുറിച്ചൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് ഇതിന്റെ പറവിയിൽ ഇപ്പം നമ്മുടെ ചർച്ചയിൽ വരുന്നതല്ല. ഈ നമ്മൾ സിസ്റ്റം ഫെയിലിയർ ആണ് എന്നുള്ള ഒരാൾ എപ്പോഴാണ് രക്ഷപ്പെടുന്നത്, ഒരു വ്യക്തി എപ്പോഴാണ് രക്ഷപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ അസുഖമുണ്ടെങ്കിൽ അസുഖമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. എല്ലാ രോഗവും ഉള്ളപ്പോഴും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോയാൽ മരിച്ചു പോകും. അതുപോലെയാണ് കേരളത്തിന് സംഭവിച്ചു പോയ കുഴപ്പങ്ങളെക്കുറിച്ചും വന്നുപോയ പ്രശ്നങ്ങളെക്കുറിച്ചും ഗൗരവമായി വിലയിരുത്തി ചർച്ച ചെയ്യണം. അത് രാഷ്ട്രീയം മാറ്റി വെച്ച് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾ ഇരുന്ന കാലത്ത് അങ്ങനെ ഇങ്ങനെയെന്ന് പറയില്ല. അങ്ങനല്ല, ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പൊള്ളത്തരം മനസ്സിലാവുന്നത്. അകത്ത് ഒരുപാട് പൊള്ളത്തരമുണ്ട്, നമുക്ക് അത് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.